2024 ഇവിടെ തീരുകയാണ്. 2025 എന്നുള്ള വർഷം വരികയാണ്. അതൊരു ശുഭപ്രതീക്ഷയാണോ? നമ്മളിപ്പോൾ നിൽക്കുന്ന ഫോർട്ട് കൊച്ചിയിലാണ്. ഇവിടെ നിൽക്കുന്ന ജനതയോട് തന്നെ നമുക്ക് ചോദിക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിക്കാർക്ക് ന്യൂ ഇയറും ഒന്നും ആഘോഷിക്കാൻ പറ്റാത്ത അവസ്ഥയായി. മനസ്സിലായ അത് സമാധാനം വേണം. പൈസയുടെ കാര്യമില്ല, മാസം ഒന്നും കാണുന്നില്ല, എവിടെ ജീവിച്ചു പോകും, ഇത്രേ ഉള്ളൂ. പ്രതീക്ഷയിലേക്ക് നയിക്കുന്നേ ഏറ്റവും വലിയ പ്രതീക്ഷകളാണല്ലോ അത്. നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നുണ്ട്. 25 എന്തായാലും നന്നായിരിക്കും. 2025 ആളുകൾ വായന ഒന്നും കൂടി കൂട്ടി. 100% തന്നെയല്ല, അത് ഗവൺമെന്റിനൊന്നും ക്ലെയിം ചെയ്തു. ഹാപ്പി ന്യൂ ഇയർ 2025. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്നതാണ് പരേഡ് ഗ്രൗണ്ടിൽ. പക്ഷേ ആ പ്രോഗ്രാം ഇന്ന് ക്യാൻസൽ ചെയ്ത്, മൻമോഹൻ സിംഗ് മരിച്ച കാരണം. 4 ദിവസത്തെ പ്രോഗ്രാമാണ് അവിടെ. ഞാൻ അതിൻ്റെ സൗണ്ട് ഓപ്പറേറ്റിംഗ് കാര്യങ്ങൾ ഇലക്ട്രിക്കലൊക്കെ ആയിട്ട് വന്നതാണ്. പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ വരുമ്പോഴാണ്, പ്രത്യേകിച്ച് സാമ്പത്തികം വരുമ്പോഴാണ് ഒരു മനുഷ്യൻ സ്റ്റേബിൾ ആവുന്നത് അല്ലേ? അത് വേണം. 24 ആണെങ്കിലും 25 ആണെങ്കിലും അല്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിക്കാർക്ക് ന്യൂ ഇയറും ഒന്നും ആഘോഷിക്കാൻ പറ്റാത്ത അവസ്ഥയായി. മനസ്സിലായ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വസ്ഥമായിട്ട് അധികം ആൾക്കാരും കാര്യങ്ങളും ഒന്നും ഇവിടെ ഉണ്ടാകാറില്ല. ഇപ്പോൾ ഓൾറെഡി പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. വീട്ടുകാരെ പോലും ഇങ്ങോട്ട് പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കൊച്ചി. കൊച്ചിയിലുള്ള ആരും കാർണിവലൊന്നും കാണാനും പിടിക്കാനും വരാറില്ല ശരിക്കും പറഞ്ഞിട്ട്. പക്ഷെ പണ്ട് നമുക്ക് നല്ലൊരു ആഘോഷമായിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പൊ അതുപോലെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. സാമ്പത്തികമാണോ പ്രശ്നം? സാമ്പത്തികമല്ല, പുറത്തുനിന്നുള്ള ആൾക്കാരുടെ തിങ്ങിക്കയറ്റം. സാമ്പത്തിക ഘടകമാണോ? ഒരു ഘടകവുമില്ല. പുറത്തുനിന്ന് ധാരാളം ആൾക്കാർ ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ 25 പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നമുക്ക് എന്ത് ചേട്ടാ പറയാനുണ്ട്? എല്ലാവരും நல்லா இருந்தா മതി. ഹാപ്പി ന്യൂ ഇയർക്ക് എല്ലാവരും நல்லா இருக்கணும். എല്ലാ മനസ്സും കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കണം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. 2025 മനസ്സമാധാനമാണോ വേണ്ട, പൈസയാണോ വേണ്ട? നമുക്ക് മനസമാധാനം വേണം. പൈസയുടെ കാര്യമില്ല, മാസം സമാധാനം. மக்கள் கூடி எல்லாம் ஒன்னா நல்லாயிட்டு இருக்கணும். സമാധാനം വന്നാൽ എല്ലാം വന്നു ചേരും. எல்லாம் வந்து கேரும், கண்டிப்பா வந்து கேரும் ചേട്ടാ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. 2023 24 നടക്കാത്ത ഒരു പ്രതീക്ഷ 2025 എന്താണ് നമ്മൾ? സാമ്പത്തികമാണോ അതെന്താണ് കാണുന്നത്? ഒന്നും കാണുന്നില്ല, എവിടെ ജീവിച്ചു പോകും, ഇത്രേ ഉള്ളൂ. 2025 ഒന്നും സംഭവിക്കാനൊന്നുമില്ല. ഇല്ല, അതിനുള്ള അന്തരീക്ഷം നമ്മുടെ നാട്ടിലില്ല. ഇല്ല. ഇപ്പോൾ നാട്ടിലുള്ള അന്തരീക്ഷം എന്താണ്? ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന ഒരു നിരാശയാണ് ചേട്ടന്റെ മുഖത്ത് കാണുന്നത്. എന്തൊക്കെ പ്രതികൂലങ്ങളാണ് നമ്മൾ? ഒന്നും കാണില്ല, അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത മുഖമുണ്ട്. എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. ഇന്നത്തെ പോലെ തന്നെ അങ്ങനെ അങ്ങ് പോകുന്നു, അതൊക്കെ ഉള്ളൂ. വലിയ പ്രതീക്ഷയില്ലെന്ന് പറയാൻ കാര്യം എന്താ ചേട്ടാ? അതൊരു ചോദ്യമാണല്ലോ. വലിയ പ്രതീക്ഷയില്ല. വലിയ പ്രതീക്ഷകൾ എന്ന് അതാണല്ലോ പ്രതീക്ഷയിലേക്ക് നയിക്കുന്നേ. ഏറ്റവും വലിയ പ്രതീക്ഷകളാണല്ലോ അത്. അങ്ങനെയാണല്ലോ നമ്മുടെ പുതിയ പ്രതീക്ഷകളിലേക്കും പുതിയ ഇതിലേക്ക് നയിക്കുന്നത്. നമുക്ക് സാധാരണ പോലെ എപ്പോഴും വരുന്ന പോലെ തന്നെയുള്ളൂ അടുത്ത വർഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലധികം പ്രതീക്ഷകളോടെ അടുത്ത വർഷത്തെ എതിരേക്കുമ്പോൾ നമുക്ക് കൂടുതലധികം പ്രതീക്ഷകൾ വരുന്നു. മനസ്സമാധാനം കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് എപ്പോഴും ഉണ്ടല്ലോ. നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളേ ഇല്ല. ഓൾവേസ് ഹാപ്പി. ഓൾവേസ് ഹാപ്പി. 2025 സാമ്പത്തികമാണോ പ്രശ്നം? സാമ്പത്തികമൊന്നുമില്ല, നമുക്ക് അങ്ങനത്തെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല, യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. 2020 എല്ലാവരും പ്രതീക്ഷിച്ചു, മഹാമാരി വന്നു. എന്നാൽ 2025 അത് നല്ലൊരു ഡേറ്റ് ആയിട്ട് തോന്നുന്നു. നല്ലൊരു ഡേറ്റ് ആയിട്ട് തന്നെ, അല്ല നല്ലൊരു വർഷമായിട്ട് തന്നെ അത് വരുമോ? ആ വരുമായിരിക്കും, ഉറപ്പായിട്ടും വരുമായിരിക്കും. അങ്ങനെ ഒരിക്കലും വരാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷയും ആഗ്രഹങ്ങളും എല്ലാം. പറഞ്ഞു. ഇവിടെ കൊച്ചി കാർണിവൽ ഉണ്ടോ? ഇല്ലില്ല, ഞാൻ കണ്ടില്ല, ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഇവിടെ കൊച്ചിയുടെ അന്തരീക്ഷം എങ്ങനെയുണ്ട്? ഇത് കടലിനടുത്താണ്. കൊച്ചി കടലിനടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ, 6 റോഡിനടുത്ത് ഇരിക്കുമ്പോൾ എന്താണ് ഒരു പ്രതീക്ഷ, ഒരു മനസ്സിൽ വരുന്ന ഒരു പ്രത്യേക കാര്യം എന്താണ്? ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ട്, ഒരു പ്രത്യേക ഫീൽ ഉണ്ടോ? നമുക്ക് അങ്ങനെ ഒന്നും തോന്നില്ല. അതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അതിൻ്റെതായ ക്യൂരിയോസിറ്റിയും കാര്യങ്ങളെ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് 2025 ആളുകൾ വായന ഒന്നും കൂടി കൂട്ടിയിട്ട് അടിപൊളി. നല്ല വായനകൾ കൂട്ടിയിട്ട് അതിൽ നിന്നുള്ളത് നല്ലത് എടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുക. അത് 2025 അങ്ങനെയെങ്കിലും ചെയ്യാന്നുള്ള വായനയുടെ കുറവാണ് മൊത്തത്തിൽ ലോകത്തിന് തന്നെ സംഭവിച്ചിരിക്കുന്നത്. നല്ല വായന വായിക്കുക എന്നുള്ള മാത്രമേ. ബുക്കുകൾ വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്, പത്രങ്ങൾ വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. ചേട്ടൻ അറിയാൻ പറ്റും, സാറിന് അറിയാൻ പറ്റും. എണ്ണം കുറവാണെന്ന് പറയാം. പക്ഷെ ഈ വായന എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഈ വായന ആയിട്ടുള്ള കുറെ വായന ഉണ്ട്. പക്ഷെ ഈ വായനന്റെ ഒപ്പം പല സ്ഥലത്തോട്ടും കൈകൾ നീണ്ടു പോകും. മോസ് അറിയാലോ, നമ്മളെ മോസ്
പക്ഷെ ഒരു പുസ്തകം എടുത്താൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പുസ്തകം തന്നെ നമ്മൾ വായിച്ച് തീർക്കാറുള്ളൂ. ഈ വായനയോട്ട് കയറുമ്പോഴുള്ള വിഷയം എന്ന് വെച്ചാൽ അത് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അടുത്തത് വേറെ എന്തെങ്കിലും കാണും. അപ്പൊ അതൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ വായന പരന്നു പോകും. ചിലപ്പോൾ വായിക്കുന്നത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളായിട്ട് പോകും. അതാണ് ഈ വായനയും പുസ്തക വായന തമ്മിലുള്ള ഒരു വ്യത്യാസം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്ന മതം പറയുന്നത് വായിക്കാന്നല്ലേ. അതിന്റെ ആദ്യത്തെ വചനം തന്നെ വായിക്കുക, ഇക്ര വായിക്കുക എന്നുള്ള ആ വായനയുടെ മാത്രമേ ആളുകൾ മാറുള്ളൂ. പിന്നെ കുഞ്ഞുണ്ണി മാഷ് എന്നൊക്കെ പറഞ്ഞാൽ വായിച്ച് വളരുക, വായിച്ചില്ലെങ്കിൽ വളരുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ പിന്നീട്. എന്തായാലും വായന എപ്പോഴും സുപ്രധാനമായിട്ടുള്ള കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. ലോകത്തിൽ ഫേമസ് ആയ വിശ്വപ്രസിദ്ധനായ MD കഴിഞ്ഞ ദിവസം കടന്നു പോയിരിക്കുന്നു. നമുക്ക് വളരെ ഒരു നഷ്ടമാണ്, നമ്മുടെ ഒരു തേങ്ങലാണ്. അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? തീർച്ചയായും കാര്യം ഞാൻ വളരെ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. കാണാതെ പറ്റിയില്ല എന്നുള്ള സങ്കടം ഇപ്പോഴും എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. പിന്നെ കമലഹാസൻ പറഞ്ഞ മാതിരി ഞാനും പറയുന്നു, അതായത് വിട പറഞ്ഞു എന്ന് പറയാൻ എനിക്ക് മനസ്സില്ല സാർ, ക്ഷമിക്കണം. അത്രേ നമ്മുടെ കാര്യം വരില്ല. ഞാൻ വെറുതെ പറയുകയല്ല, ഒരു കലാകാരൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത കലാകാരൻ വരാം. എന്നാലും നമ്മൾ പറയും ഇങ്ങനെ ഒരാൾ ഭൂമിയിലോട്ട് പോയി. പക്ഷെ MTനെ സംബന്ധിച്ച് ഞാൻ സാഹിത്യത്തിന്റെ രീതിയിൽ പറയുന്നു, അദ്ദേഹത്തെ പോലെ ഒരാൾ ഇനി എൻ്റെ ജന്മത്തിൽ വരാൻ ചാൻസ് ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ട്. 2025 വായനയാവട്ടെ, പ്രകാശമാവട്ടെ എന്നാണ് ആശംസയായിട്ട് പറയുന്നത്. ആശംസയായിട്ട് അത് തന്നെ പറയുന്നത്, വായനയായിട്ട് നല്ല വായനയാകട്ടെ എന്നുള്ളതാണ്. 25 നമുക്ക് ഒരു നല്ല പുതിയ ഉണർവുണ്ടാകണം. എന്ന് വെച്ചാൽ രാജ്യത്ത് എല്ലാവരും ഒന്നിച്ചൊരു കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കണം. എല്ലാവരും സാഹോദര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു നല്ല മനസ്സും ഐക്യം ഉണ്ടാകട്ടെ. ഒരു അഭിവൃദ്ധി അല്ലെങ്കിൽ ഒരു സമൃദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? മനസ്സ് വരുന്ന ഒരു കൂട്ടായ്മയാണ് ശരിക്കും വേണ്ടത്. എല്ലാവരും കൂട്ടായ്മ, രാഷ്ട്രീയമായാലും മതപരമായാലും എന്തായാലും കൂട്ടായ്മയാണ് അത്യാവശ്യം. കൂട്ടായ്മ എന്ന് വെച്ചാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും വലിയ കൂട്ടായ്മ. അത് അപ്പൊ തന്നെ നാട് നന്നായിക്കോളും. എല്ലാവരും കൂട്ടായ്മ ആയി കഴിഞ്ഞാൽ ഒന്നിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു നന്മയുണ്ട്, തന്നെ ഉണ്ടാവും. അത്ര ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവിധ ആശംസകളും. 25 വളരെ നല്ലതായിട്ട് പോട്ടെ, നല്ല ഭരണങ്ങളും നല്ല കാര്യങ്ങളും എല്ലാം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തൊക്കെ ഘടകങ്ങളാണ് 2025 നിറമാക്കാൻ പോകുന്നത്? കാരണം പുതിയ യൂത്തിന്റെ ഒരു ട്രെൻഡ് ആയിരിക്കണം 2025 ആയിട്ട് വരേണ്ടത്. യൂത്താണ് കയറി വരേണ്ടത്, എല്ലാ കാര്യങ്ങളും നോക്കാനും പിടിക്കാനും. ഇപ്പൊ രാഷ്ട്രീയത്തിലാണെങ്കിൽ എല്ലാ കാര്യത്തിലും വിദ്യാഭ്യാസവും എഡ്യൂക്കേഷനുള്ള മിനിസ്റ്റേഴ്സും അതുപോലെയുള്ള ആൾക്കാർ വരണം. കാരണം അവർക്കാണ് കൂടുതൽ കാര്യങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പുതിയ MLA-മാരൊക്കെ ജയിച്ചു വരുന്നതെല്ലാം നല്ല യൂത്ത് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതുപോലത്തെ ഉള്ള ആൾക്കാർ വരണം. ഭരണത്തിൽ നല്ല സ്വാധീനം വന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതശൈലി എല്ലാം മാറ്റിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ. കോവിഡിന് ശേഷം നമുക്കുണ്ടായ ഒരു മാറ്റമുണ്ട്. അതിനെ നമ്മളൊന്ന് ഇത് ചെയ്ത് വന്നപ്പോൾ തന്നെ വീണ്ടും നമുക്ക് പല പകർച്ചവ്യാധികളൊക്കെ വന്നു തുടങ്ങി. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ മഞ്ഞപ്പിത്തവും അതുപോലത്തെ കാര്യങ്ങളും വന്നു തുടങ്ങി. അപ്പോൾ അതിനും നമ്മൾ ഇത് ചെയ്തുകൊണ്ട് എല്ലാവരും കൂടെ നിന്നുകൊണ്ട് ആരോഗ്യപരമായ നല്ല ആരോഗ്യം ഉണ്ടെങ്കിലാണ് നല്ല ഒരു സമൂഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആരോഗ്യപരമായ മാറ്റങ്ങൾ നല്ല രീതിയിൽ വരുത്തിയെടുക്കണം. അപ്പോൾ 23, 24 അതിൻ്റെ ഒരു ഇതാണ്. 25 ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട്, അതായത് പകർച്ചവ്യാധികൾ അതുപോലെ വാക്സിനേഷനും. ഇപ്പോൾ പുതിയൊരു ഇത് നമ്മൾ വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ക്യാൻസറിന്. അത് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഇത് ചെയ്യുന്നതാണ് ആ വാക്സിൻ്റെ കണ്ടുപിടുത്തം. എന്താണെങ്കിലും റഷ്യക്ക് അതിൻ്റെ അഭിമാനിക്കാം. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ നേട്ടം ഉണ്ടാവട്ടെ എന്ന് 2025 അകമഴിഞ്ഞ് പ്രത്യാശിക്കുന്നു. നല്ല പ്രതീക്ഷകൾ തന്നെയാണ്. കളർഫുൾ ആവണമെങ്കിൽ ജീവിതം ഭംഗിയാകണം. അതിൻ്റെ സാമ്പത്തികം തന്നെയാണ് വേണ്ടത്. അതിനുള്ള ഇത് നമ്മുടെ ഗവൺമെൻറ് ആയാലും അവരിൽ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിരിക്കും. ജനങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് നല്ല അവരുടെ കാര്യങ്ങൾ നല്ല പടി കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഹാപ്പി അല്ലേ? അതൊന്ന് പിന്നെ 2025 നല്ലൊരു വർഷം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. 2025 സമാധാനം ഇല്ലായിരുന്നു, വഴക്കും പണത്തിൻ്റെ ഒരു ജോലിയില്ല, സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാം നല്ലതാണ്. 2025 എല്ലാം കൊണ്ടും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഫോട്ടോ വെച്ചാണ്, ധാരാളം ക്രൗഡ് ഉണ്ട്, സന്തോഷമുണ്ട്, ബഹളമുണ്ട്. എന്നാലും ഹൃദയത്തിൽ അത് ടച്ച് ചെയ്യുന്നുണ്ടോ? എന്താണ് മുന്നിൽ നിന്നുള്ള ഭയാനകമാണോ അതോ 2025 നമുക്ക് അനുകൂലമായി തന്നെ വരും എന്നുള്ള ചിന്ത തന്നെയാണ്? 2025 തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിട്ട് വരും. ഒരു പ്രതീക്ഷയാണ് മുന്നോട്ട് പോകുന്നത്. പ്രതീക്ഷ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നുണ്ട്. 25 എന്തായാലും നന്നായിരിക്കും. അതെ, നല്ല ജോബ് കിട്ടിയാൽ നല്ല സമ്മാനം കിട്ടും അല്ലേ? അതെ, അതാണ് എല്ലാവർക്കും ആവശ്യം. താങ്ക് യു. എന്തോ നല്ല ഇതായിരിക്കണം, എല്ലാ വർഷത്തെയും പോലെ ആവല്ല. നല്ലൊരിത് വന്നേച്ചാ മതി. എല്ലാവർക്കും നല്ല വരത്തട്ടെ എന്ന് ഇത് ചെയ്യുന്നു. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. നല്ലതാവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ലതിന് വിരോധമായിട്ട് എന്തൊക്കെ മോശാനുഭവങ്ങളും ഉണ്ടല്ലോ. മോശാനുഭവം പിന്നെയും വരും. അതിന്റെ കട്ടി കുറയ്ക്കുക, കാഠിന്യം കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിൽ 24, 23 മോശം അനുഭവങ്ങൾ എന്തൊക്കെയാണ് വന്നേക്കുന്നത്? ഒന്ന് ചിന്തിച്ച് പറയാമോ? അങ്ങനെ ചിന്തിച്ചാൽ എനിക്കറിയത്തില്ല. സാമ്പത്തികമാണോ? അതെല്ലാം ഉണ്ട്.
കഴിഞ്ഞ വർഷങ്ങളിൽ പിന്നിട്ട് പോയ വർഷങ്ങളിൽ നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. കോവിഡ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളെ പിന്നോട്ടടിച്ചല്ലേ? അത് തന്നെ കോവിഡ്, പിന്നെ വയനാട് പ്രശ്നങ്ങൾ ഒക്കെ ഒരു മാനസിക വിഷമം ഉണ്ടാക്കിയ കാര്യം തന്നെയാണത്. അതിനെ ഈ അതൊന്നും ഇല്ലാതെ പുതിയൊരു വർഷം ആയിരിക്കട്ടെ എന്നാണ് എല്ലാവർക്കും ആശംസിക്കാനുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകളോട് എല്ലാവരും. കാരണം സാമ്പത്തികം ഒരു പ്രധാന ഘടകമാണ്. അതില്ലാതെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതല്ലേ മെയിൻ. അതാണല്ലോ എല്ലാത്തിന്റെ അടിത്തറ, അത് തന്നെയാണല്ലോ. പോകണം. സമാധാനം ഏറ്റവും പ്രതീക്ഷ. സമാധാനമാണ് പ്രതീക്ഷ. ലോകമാകമാനം സമാധാനമില്ലാത്തൊരവസ്ഥയിലാണ്. പശ്ചിമേഷ്യയിൽ കത്തുന്നു, പുക കത്തുന്നു, മൊത്തം ബോംബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. മൊത്തത്തിൽ എല്ലാവരും നോക്കി നിൽക്കുന്നു എന്നല്ലാതെ ആരും തന്നെ പ്രതികരിക്കുന്നില്ല. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു, ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ലോകത്ത് സമാധാനം വേണം. സമാധാനമാണ് നമുക്ക് എല്ലാ മത സമുദായങ്ങൾക്കും സമാധാനം വേണം. ബംഗ്ലാദേശിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഗാസയിലാണെങ്കിലും എവിടെയാണെങ്കിലും സമാധാനം വേണം. മലപ്പുറംകാർക്ക് എന്താണ് പറയാനുള്ളത്? 2025 നല്ലൊരു വർഷമായിരിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും. ഈ 2023-24 കുറവുകൾ എന്തൊക്കെയാണ്? 2025 എങ്ങനെ പരിഹരിക്കാം? അതിനെ കുറിച്ച് പറയാം. എന്തായാലും ഇന്ന് ലോകം ഒരു യുദ്ധത്തിന്റെ ഒക്കെ ഭീഷണിയല്ല, അപ്പൊ അതിന്നൊക്കെ മാറി ഒരു സമാധാനത്തിന്റെ വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ, മഹാമാരിയുടെയും നമ്മൾ പിന്നിൽ കണ്ടു. മഹാമാരിയും യുദ്ധമൊന്നും വരാതെ അല്ലേ? സാമ്പത്തികം ഒരു ഘടകമാണ് തീർച്ചയായിട്ടും, പക്ഷെ അതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റണം. വേറെ എന്തൊക്കെ ഘടകങ്ങളാണ്? പ്രത്യേകിച്ചൊന്നും പറയാനല്ല. എന്തൊക്കെയാണ് ഒന്ന് പറ. നിങ്ങൾ 2025 എന്ത് പ്രതീക്ഷയോടെ കാണുന്നത്? അവിടെ പറയാം. 100% പ്രതീക്ഷയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ തന്നെ കാണാൻ പാടില്ലേ ശരിയാണ് കിടക്കുന്നത്. ഇവിടെ തന്നെ ശരിയാണ്. പറയൂ. ബീച്ച് കണ്ടിട്ട് ഇവിടെ വന്ന് ആളുകൾക്ക് വരാൻ പറ്റണില്ല. എന്താ കാണുന്ന കാഴ്ച? ഫോട്ടോ വെച്ചിലെ മണം ഫീൽ ചെയ്യുന്നുണ്ടോ? അത് മണം വേണമല്ലോ ഇവിടെ, അല്ലെങ്കിൽ പിന്നെ ഫോട്ടോ വെച്ചിട്ട് വന്നെന്ന് അറിയാൻ പറ്റും. കുറെ അടിസ്ഥാന ഘടകങ്ങൾ ശരിയാവണ്ടല്ലേ? തീർച്ചയായിട്ടും പ്രതീക്ഷയാണ്, കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ. എന്തൊക്കെ ഘടകങ്ങൾ വന്നാൽ നന്നായിരിക്കും? ചേട്ടൻ പറ. അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ച് വേണം. സത്യം. പിന്നെ ഇവിടുത്തെ ഈ ഷോറും മണവും കുറെയൊക്കെ ഒഴിവാക്കി വളരെ നന്നായിരിക്കും. ജനങ്ങൾക്ക് വന്നു നിന്നാൽ ഒരു 5 മിനിറ്റ് നേരം ഒന്നിച്ച് നിൽക്കാൻ സാധിക്കില്ല. അതിനു മുമ്പ് പോവാനായിട്ട് തോന്നുള്ളൂ. സാമ്പത്തികമാണോ അതോ നമുക്ക് മനസ്സമാധാനമാണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ 2025 അല്ലെങ്കിൽ 25 തൊട്ട് അങ്ങോട്ടേക്ക് നമുക്ക് എന്തൊക്കെ ഘടകങ്ങളാണ് മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് വേണ്ടത്? സമാധാനമാണ് ആദ്യം വേണ്ടത്. സമ്പത്ത് ഇപ്പൊ ഒട്ടുമിക്കവർക്കും ഉണ്ടെന്ന് നോക്കിയാ. സമാധാനത്തിനുള്ള മാർഗം മുന്നിട്ട് നിൽക്കണം. അതിനുള്ള വഴികൾ നോക്കണം. ക്ലീനിങ് വേണം. ഇപ്പൊ ഇവിടെ തന്നെയല്ല, അത് ഗവൺമെന്റിനൊന്നും എടുത്ത് ഇവിടെ ക്ലീൻ ചെയ്തുകൂടെ? അപ്പൊ അങ്ങനെ ക്ലീൻ ആണെങ്കിൽ നമുക്ക് വരാൻ ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട് ഒരു സുഖമില്ല, നമുക്ക് ഒരു മണം, ക്ലീൻനെസ് ഇല്ല. ഞങ്ങളൊക്കെ മലയാറ്റൂർ ഭാഗത്തുനിന്ന് വന്ന ആളുകളാണ്. ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് ഫോർട്ട് കൊച്ചിയിൽ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഇവിടുത്തെ യുവജനങ്ങൾ തന്നെ വിചാരിച്ചാൽ നടക്കും. കാരണം വെച്ചാൽ നമുക്കിപ്പോ ഫണ്ടിന്റെ ലഭ്യത കുറവൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ക്ലീനിങ് നമ്മളെപ്പോലുള്ള കുറെ ആൾക്കാർ ഇറങ്ങി തിരിച്ചാൽ ഇവിടെ അടിപൊളി സൂപ്പർ ആക്കാന്നാണ് എന്റെ അഭിപ്രായം. ഫോട്ടോ വെച്ച് നല്ല കളർഫുൾ ആണ്. നമുക്ക് വിനോദ സഞ്ചാര കേന്ദ്രം കൂടെയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിരിക്കും. ചിന്തിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഡയറക്റ്റ് ഫീൽ ചെയ്യുന്നു. ഭയങ്കര മാലിന്യമാണ്. ശരിയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ക്ലീൻ ആക്കുക എന്ന് തന്നെ പുതുവർഷത്തിൽ അല്ലേ? അത് ആദ്യം വൃത്തിയാക്കലാണ് നമ്മുടെ ഈ ബീച്ചിൽ ചെയ്യാനുള്ളത്. അപ്പൊ തന്നെ ഓക്കെ ആവും പകുതി. ഹാപ്പി ന്യൂ ഇയർ 2025.